Hi students, in the last videos we learned about parallel flow and counter flow heat exchangers in which a hot fluid is losing heat energy and the cold fluid is gaining that heat energy. But here in evaporators and condensers, one of the fluid gets their phases changed, that is from vapor to liquid or from liquid to vapor. We can further understand it by looking into the definition of evaporators and condensers. First of all, let us look into the definition of evaporator. In an evaporator, cold fluid remains at a constant temperature while hot fluid temperature gradually decreases from inlet to exit. Let us consider a parallel flow arrangement here in which the hot and cold fluid travels or flows in the same direction. Here, I am denoting the hot fluid with red ink and cold fluid with blue ink. The inlet state of cold fluid is liquid. Okay. While traveling through the heat exchanger, the cold fluid picks up heat from the hot fluid, that is the latent heat, and changes its phase from liquid to vapor. That is at the same temperature. Some temperature does not changes, but the phase changes from liquid to vapor. Okay. The hot fluid loses its temperature. We can further understand it by looking into the temperature profile. Here, the cold fluid at the inlet is at liquid state. While traveling through the heat exchanger, the cold fluid picks heat from the hot fluid, that is the latent heat from the hot fluid, and changes its state into vapor state. The hot fluid is losing its temperature. ഇവിടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്, അതായത് ലേറ്റൻറ്റ് ഹീറ്റാണ് അബ്സോർബ് ചെയ്യുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ ഫേസ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അത് മുഖേന ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. ഈ ഹീറ്റ് ഗെയിൻ ചെയ്തുകൊണ്ട്, ഈ ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് ഫേസ് ചേഞ്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നില്ല. പക്ഷേ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ടെമ്പറേച്ചർ പ്രൊഫൈൽ ഡയഗ്രം നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ, കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഹാവിങ് ടെമ്പറേച്ചർ T1. എക്സിറ്റ് സ്റ്റേറ്റ് വേപ്പർ സ്റ്റേറ്റ് ആണ്, ഹാവിങ് ടെമ്പറേച്ചർ T2, സ്മാൾ T2. പക്ഷേ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. Now, let us look into the definition of a condenser. In a condenser, the hot fluid remains at a constant temperature throughout the heat exchanger, while the colder fluid gradually increases from inlet to exit. Here, the inlet state of the hot fluid is vapor state. While traveling through the heat exchanger, the hot fluid loses its temperature or gives the temperature to cold fluid and changes its phase to liquid phase. Okay. ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, ഫ്ലോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ലേറ്റൻറ്റ് ഹീറ്റ് കോൾഡ് ഫ്ലൂയിഡിലേക്ക് കൊടുക്കുകയും കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും വേപ്പർ സ്റ്റേറ്റിലുള്ള ഹോട്ട് ഫ്ലൂയിഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ടെമ്പറേച്ചർ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് സ്റ്റേറ്റ് വേപ്പർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് വേപ്പർ സ്റ്റേറ്റിലുള്ള ഹോട്ട് ഫ്ലൂയിഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ലേറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ട് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ റൈസ് ചെയ്യുന്നുണ്ട്. കണ്ടൻസറിൻ്റെ ഇവാപ്പറേറ്ററിൻ്റെയും LMTD സെയിം ഇക്വേഷനാണ്. LMTD is equal to θ1 minus θ2 by natural log of θ1 by θ2. അത് കൗണ്ടർ ഫ്ലോ ആയാലും പാരലൽ ഫ്ലോ ആയാലും ഒരു മാറ്റവും വരുത്തില്ല ഇതിനകത്ത്. ഓക്കെ, പിന്നീട് നോക്കാനുള്ളത് ഇവിടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ QC, നമുക്ക് QCയുടെ വാല്യൂ വെക്കാം. കോൾഡ് ഫ്ലൂയിഡിൻ്റെ
ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് നോക്കാം. എന്താണ് എം ഡോട്ട് സി ഇൻറ്റു സി പി സി, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു T2 മൈനസ് T1 നമുക്കറിയാവുന്നതാണ്. പക്ഷേ ക്യു എച്ച് എഴുതുമ്പോൾ നമുക്ക് ക്യു സി എഴുതിയ പോലെ എം സി പി ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ ക്യു എച്ചിൻ്റെ ഇക്വേഷൻ എം ഡോട്ട് എച്ച് ഇൻറ്റു എച്ച് എഫ് ജി ആണ്. കാര്യം ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷനാണ്. കണ്ടൻസേഷൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് എനർജിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നൗ ലെറ്റ് us look into a question that is asked from condenser topic. Saturated steam at 120 degrees Celsius condenses on the outer tube surface of a single pass heat exchanger. Determine the surface area to heat 1000 kg per hour of water from 20 degrees Celsius to 90 degrees Celsius. Find the mass flow rate of condensate. Take the heat transfer coefficient as 1800 watt per meter square degree Celsius and HFG equals 2200 kilojoule per kilogram Kelvin. 120 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേറ്റഡ് സ്റ്റീം അതിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇൻലെറ്റ് പോർഷനിൽ 20 ഡിഗ്രിയാണ്, എക്സിറ്റ് പോർഷനിൽ 90 ഡിഗ്രിയാണ്. പിന്നെ അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ മാസ് ഫ്ലോ റേറ്റ് 1000 കിലോഗ്രാം പെർ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് യുവിൻ്റെ വാല്യൂ ഗിവൺ ആണ് 1800. പിന്നെ എച്ച് എഫ് ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സർഫസ് ഏരിയ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നീട് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദ കണ്ടൻസേറ്റ്. കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീമാണ്. സ്റ്റീമിനെയാണ് നമ്മൾ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. കണ്ടൻസ് ആവുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലോ ഡയഗ്രാം വരച്ച് നോക്കാം. ഫസ്റ്റ് ഈ ഇന്നർ ട്യൂബിലൂടെ വാട്ടർ പോകുന്നുണ്ട്. വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ എക്സിറ്റ് ടെമ്പറേച്ചർ ഈസ് 90 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീം പോകുന്നുണ്ട്, വേപ്പർ സ്റ്റീം പോകുന്നുണ്ട്. വേപ്പർ സ്റ്റീം 120 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ സ്റ്റീമാണ് പോകുന്നത്. എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് ലിക്വിഡായി മാറും. അത് 120 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡായി മാറുന്നുണ്ട്. ഓക്കെ, എക്സിറ്റ് ആൻഡ് ഔട്ടർ പോർഷനിലൂടെ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കണം. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ സ്റ്റീമുണ്ട്. ഹോട്ട് ഫ്ലൂയിഡ് എപ്പോഴും നമ്മൾ ടോപ്പ് പോർഷനിലായിരിക്കും വരയ്ക്കുന്നത്. കോൾഡ് ഫ്ലൂയിഡ് എപ്പോഴും ലോവർ പോർഷനിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഹോട്ട് സ്റ്റീമിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ T1 ഉണ്ട്, 120 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ, പക്ഷേ ഫേസ് ചേഞ്ച് ചെയ്യും. പിന്നെ വാട്ടറിൻ്റെ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഈ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ കൊണ്ട് കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇൻലെറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസും എക്സിറ്റ് ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു LNVD ഇക്വേഷൻ സെയിം ആണ്. കൗണ്ടർ ഫ്ലോ ആണെന്നോ പാരൽ ഫ്ലോ ആണെന്നോ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടൻസറിനും ഇവാപ്പറേറ്ററിനും. ഓക്കെ, നമുക്ക് θ1 കാണാം. θ1 എന്ന് പറഞ്ഞാൽ എന്താണ്? T1 minus capital T1 minus small t1. So θ1 equals 120 minus 20, that is 100 degrees Celsius. And the θ2 is 120 minus 90, that is 30 degrees Celsius. Now we have to find out the LMTD. We know the equation for LMTD, that is θ1 minus θ2 by natural log of θ1 by θ2. 100 minus 30 by natural log of 100 by 30, which will be equal to 58.14 degrees Celsius. Now we have to find out the rate of heat transfer. We all know the equation for the cold fluid, that is the water. Q equals mCp delta T, that is m dot C into Cpc into T2 minus T1, where m dot C is the mass flow rate of cold fluid, that is water, and Cpc is the specific heat at constant pressure of cold fluid, and T2 minus T1 is the temperature difference. M dot C is given in kilogram per hour, so we need to convert it into kilogram per second. So we are dividing it with 3600 into Cpc value is 4.187 in kilojoule per kilogram Kelvin. Here we are taking joule per kilogram, so 4.4187 into 90 minus 20.
So the answer is 81394.4 watts, not kilowatt, watts, because we are taking here kilogram per second, joule per kilogram Kelvin. So we are getting watts. Now we have to find out the area. Determine the surface area to heat. So the area we have to find out. The area equals, we know the general equation, that is Q equals U into A into LMTD. Then we can find out the area by arranging the equation, that is Q by U into theta LM. We will be getting 0.78 meter square. Then the second part is, we have to find out the mass flow rate of the condensate, that is a hot to steam. We have to find out the mass flow rate of steam. So we know the equation, that is Q equal to m dot S into HFG. Okay. We can find out Q is same for hot fluid and cold fluid. So we will be getting m dot S equals Q by HFG. We will be getting a value of 0.0307 kilogram per second.